ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് തയ്യാറാക്കിയെടുക്കാം. 2 kg തൂക്കം വരുന്നൊരു ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ കേക്കിലേക്ക് ചേർക്കാനുള്ള ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 120 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ തീ കൂട്ടിയിട്ടിട്ട് കാരമലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഷുഗർ പെട്ടെന്ന് കരിഞ്ഞിട്ട് കാരമൽ സിറപ്പിന് ഒരു കയ്പ്പ് ചുവ വരും. അപ്പോൾ നമ്മളത് കേക്കിലേക്ക് ചേർക്കുമ്പോൾ കേക്കിനും ആ ഒരു കയ്പ്പ് ചുവ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കാരമൽ സിറപ്പ് തയ്യാറാക്കാനായിട്ട് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുത്താൽ മതി. കുറച്ച് സമയം പിടിക്കും, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഷുഗർ നന്നായിട്ട് കാരമലൈസ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ പതഞ്ഞ് വരുമല്ലോ, ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കണം, കയ്യിലൊന്നും തെറിക്കാതെ ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് പതഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 മിനിറ്റോളം വീണ്ടും ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് കേക്കിലേക്ക് ചേർക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ 400 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. 2 കിലോ കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 400 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു കറുത്ത കളറ് കിട്ടും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സ്പൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ സ്പൈസ് പൗഡർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു 3-4 കഷ്ണം കറുവപ്പട്ട, 5 ഏലക്കായ്, 2-3 ഗ്രാമ്പു എന്നിവ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കൂട്ട് നമുക്ക് ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ 3 പ്രാവശ്യം ഒന്നും അരിച്ചെടുക്കേണ്ട. ഇപ്പോൾ നമ്മുടെ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ 6 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ കൂട്ട് ഏകദേശം 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 180 ഗ്രാം പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ കൂട്ടിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ കൂട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 180 ഗ്രാം ഓയിലും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 120 ഗ്രാമിൻ്റെ കപ്പാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് ക്യാരറ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഡേറ്റ്സ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ എല്ലാം അളന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കിച്ചൺ സ്കെയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കപ്പിലാണോ ക്യാരറ്റ് എടുക്കുന്നത് അതിൽ 1 കപ്പ് ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കണം. ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ കൂട്ടിലേക്ക് 1/4 കപ്പ് കാഷ്നട്ട് നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ മിക്സ് ബാറ്ററിലേക്ക് ചേർക്കുമ്പോൾ താഴ്ന്നു പോവാതിരിക്കാനായിട്ട് നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ മൈദ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കൂട്ട് നമുക്ക് ബാറ്ററിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റെക്ടാങ്കുലർ ടൈപ്പിലുള്ള ബേക്കിംഗ് ടിന്നിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ കേക്ക് ഞാനിപ്പോൾ ഓർഡർ പ്രകാരം ഒരു ടീ കേക്ക് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലത്തെ റെക്ടാങ്കുലർ ടൈപ്പിലുള്ള ഒരു ബേക്കിംഗ് ടിന്നിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ കേക്ക് ബാറ്റർ ഫുള്ളായിട്ട് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ റെക്ടാങ്കുലർ ടൈപ്പിലുള്ള ബേക്കിംഗ് ടിന്നാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബേക്കായിട്ട് വരും. ഏകദേശം ഒരു 35 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ വിടിയിച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണേന്നും കൂടി ഒന്ന് നോക്കാം. ഞാനിപ്പോൾ തയ്യാറാക്കിയ കേക്കിൽ നിന്ന് നമുക്ക് 30 പീസ് കേക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 30 പീസിൻ്റെ ഓർഡറൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കിലോ കേക്ക് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇനി ടീ കേക്കിൻ്റെ ഓർഡറൊക്കെ ധൈര്യമായിട്ട് എടുത്തോളൂ കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ എല്ലാവരും നല്ല അഭിപ്രായം പറയുള്ളൂ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ തന്നെയുള്ള ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് തയ്യാറായിട്ടുണ്ട്. ക്യാരറ്റും ഡേറ്റ്സൊക്കെ എല്ലായിടത്തോട്ടും ആയി കിട്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ടീ കേക്കൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ഒരു കഷ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മട്ടിപ്പ് ഉണ്ടാകും. പക്ഷേ ഈ ഒരു കേക്കിൽ അതിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാട്ടോ. നമുക്ക് ഈസി ആയിട്ട് 2-3 കഷ്ണമൊക്കെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു കേക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ കേക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. താങ്ക്